ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിൽ കുറിച്ചത് ചരിത്രമാണ്. പ്രധാനമന്ത്രി അവിടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം എന്ന് ഉറപ്പു നൽകുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 2023 ഒക്ടോബറിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ട ഹമാസ് ആക്രമണത്തെയും 175ഓളം ആളുകൾ മരിച്ച മുംബൈ ഭീകരാക്രമണത്തെയും പ്രധാനമന്ത്രി താരതമ്യം ചെയ്താണ് സംസാരിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ വേദന അനുഭവിക്കുന്നു, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഈ നിമിഷത്തിലും അതിനപ്പുറവും പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ സംസാരത്തെ കരഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത് ഇസ്രായേൽ പാർലമെന്റ്. ഒപ്പം മോദി തൻ്റെ സഹോദരനാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മോദിയുടെ വാക്കുകളിലേക്ക്. Of the people of India, for every life lost and for every family whose world was shattered in the barbaric terrorist attack by Hamas on October 7. We feel your pain. We share your grief. India stands with Israel firmly, with full conviction in this moment and beyond. ഈ ഭൂമിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം രക്തവും ബലിയർപ്പണവും കൊണ്ട് എഴുതപ്പെട്ടതാണ് എന്ന് മോദി പറയുന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് 5000-ലധികം ഇന്ത്യൻ സൈനികർ ഈ മേഖലയിൽ ജീവൻ ബലിയർപ്പിച്ചതും നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് ആഴത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് മോദി പാർലമെന്റിൽ നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് മറുപടിയായി തൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്നു മോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇന്നിപ്പോൾ കൂടിക്കാഴ്ചകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് നെതന്യാഹുവുമായി ഉഭയകക്ഷി ചർച്ചയുണ്ട്. പ്രതിരോധം, കാർഷിക മേഖല, വ്യാപാരമടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ മോദിയും നെതന്യാഹുവുമായി പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടും എന്നുള്ളതാണ് നിർണായകം. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച, അതും ഇറാൻ US സംഘർഷം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ. ഈ സംഘർഷത്തിൽ അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ വാക്കുകൾ കേൾക്കുന്ന പശ്ചാത്തലത്തിലാണ് മോദി അവിടെ എത്തുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. വിനോദ്, യഹൂദർ അത് ജൂത സമൂഹം ഒരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത ഒരു നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഇന്ത്യയുടെ സാഹോദര്യത്തെ പ്രകീർത്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഏറെ ചരിത്രപരമായ ഈ ഒരു സന്ദർശനം, അതിൻ്റെ പശ്ചാത്തലം പ്രധാനമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് നിർണായക തീരുമാനങ്ങളായി പ്രതീക്ഷിക്കേണ്ടത്? ഇത് ലോകരാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത്. ആദ്യമായി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിനെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ചരിത്ര നിമിഷത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. അതിൽ തന്നെ പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങളുടെ വേദന എന്താണെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം, തീവ്രവാദത്തെ ചെറുക്കുക, ഇതിൽ കൈകോർത്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അവിടെ പ്രധാനമന്ത്രി ഏറ്റവും കാര്യമായി പറയുന്നത് ഹമാസിൻ്റെ ആക്രമണത്തെയാണ്. അവിടുത്തെ 2023 ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിയെ പ്രധാനമന്ത്രി ഓർമ്മിച്ചു. അതോടൊപ്പം തന്നെയാണ് മുംബൈ ആക്രമണം കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു വേദന പങ്കുവയ്ക്കുന്ന നിലയിൽ അതിൽ ഏതറ്റം വരെയും തീവ്രവാദത്തെ ചെറുക്കുന്നതിന് ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നു. ഇസ്രായേലിൻ്റെ വികാരം മനസ്സിലാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ പാർലമെൻറ്റിൽ ഇസ്രായേലിൻ്റെ ഭരണ അംഗങ്ങൾ എണീറ്റ് നിന്ന്, ഇസ്രായേൽ പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറുന്ന ഒരു കാഴ്ച. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ കരാറുകളിലേക്കാണ് ഇന്ത്യയും ഇസ്രായേലും പോകുന്നത്. അതിൽ തന്നെ പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ, വ്യവസായം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാകും, കരാറുകളുണ്ടാകും. ഇതിൽ തന്നെ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങളാണ്, അത് ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കരാറുകൾ ഉണ്ടാകും. നമുക്കറിയാം, നേരത്തെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ അതെല്ലാം ചെറുത്തത് ഈ അയൺ ഡോമുകളാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്തായി
ലോകരാജ്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന സംവിധാനമാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഇറാൻ സംഘർഷം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് പരിപൂർണ പിന്തുണയുമായി ഇസ്രായേൽ നിലനിൽക്കുന്ന സാഹചര്യം, അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ്റെ തീരത്ത് തുടരുന്ന ഒരു സാഹചര്യം, അവിടെയാണ് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ പാർലമെൻറ്റിൽ. അത് കൃത്യമായി ഇപ്പോൾ നടക്കുന്ന താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുണ്ട്. ഇതെല്ലാം തന്നെ ഊഷ്മളമാക്കുന്ന തരത്തിൽ ആ ഒരു ബന്ധം ദൃഢമാകുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നിലയിലാണ്. ഒരുപക്ഷെ നേരത്തെയൊക്കെ അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ ചേരിചേരാ നയം എന്നതിൻ്റെ ഒരു പിന്തുടർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായി ഈ തീവ്രവാദത്തിൽ അതിനെ ചെറുക്കുക, അതിൽ ഊന്നിക്കൊണ്ട് തന്നെ രാജ്യസുരക്ഷ മുൻനിർത്തിയുള്ള ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നയം അതെന്തുകൊണ്ട് BJP സർക്കാർ മാറ്റുന്നു, കേന്ദ്ര സർക്കാർ മാറ്റുന്നു എന്നതിനുള്ള മറുപടിയായി കൃത്യമായി അതിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും ഒടുവിൽ പഹൽഹാമിൽ ഉൾപ്പെടെ ഉണ്ടായ തീവ്രവാദി ആക്രമണം, ഇത് ചെറുക്കുന്നതിന് കൃത്യമായി പല രാജ്യങ്ങൾ, ഈ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുമായുള്ള സഖ്യം അനിവാര്യമാണ്. അവിടെ പ്രതിരോധ കരാറുകൾ അനിവാര്യമാണ്. യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയിലും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രപരമായ കാര്യങ്ങളുടെ അറിവ് പങ്കുവയ്ക്കലിലുമൊക്കെ തന്നെ ഈ രാജ്യങ്ങളുമായുള്ള സഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നതും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. ഏതായാലും വലിയ തോതിലുള്ള മാറ്റം ഇസ്രായേൽ ഇന്ത്യ ബന്ധത്തിലുണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. സ്പീക്കർ ഓഫ് നെസറ്റ് പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചാണ് ഇസ്രായേൽ നരേന്ദ്രമോദിയെ ആദരിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം വിനോദ്, ഈ ഇസ്രായേലിലെ മോദി എത്തുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം അത് രൂക്ഷമായ ഒരു സമയം കൂടിയാണ്. അവിടെ മോദിയുടെ നയതന്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്രായേൽ അതിന് അത്രത്തോളം വിലമതിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നും യുദ്ധഭീതി സൗദി അടക്കം പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ സന്ദർശനം എന്നത് പ്രധാനമാണ്. രഞ്ജിത്ത്, ഈ സേനാഭ്യാസം ഇപ്പോഴും തുടരുകയാണ്. അമേരിക്ക ഇറാൻ്റെ തീരത്ത് തുടരുകയാണ്. അവിടെ കൃത്യമായി അമേരിക്കൻ പടക്കപ്പലുകൾ, എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഒരാഴ്ച മുൻപ് തന്നെ തമ്പടിക്കുന്നു. ഏതാണ്ട് 50ഓളം ഈ യുദ്ധ വിമാനങ്ങളെ വഹിക്കുന്ന വ്യത്യസ്തമായ കപ്പലുകൾ, അതിൻ്റെ ഒരു വ്യൂഹം തന്നെ അവിടെ തുടരുകയാണ്. കൂടുതൽ സേനാ വിന്യാസം നടക്കുന്നുണ്ട്. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള യുദ്ധ കേന്ദ്രങ്ങളിൽ, അങ്ങനെയുള്ള താവളങ്ങളിൽ കൂടുതൽ സൈന്യത്തെ, അമേരിക്കൻ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ അന്തരീക്ഷവും നിലനിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല ഇറാനാകട്ടെ ഇതുവരെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണ്വായുധത്തിൻ്റെ കാര്യത്തിലാണ്. അത് ആണവ നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അനുകൂലമായൊരു നിലപാട് ഇറാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇറാൻ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡ്, ഒരുപക്ഷെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കൻ പടക്കപ്പലുകളെ മുക്കാൻ കഴിയുന്ന ശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട്. മാത്രമല്ല ഒരു രാജ്യത്തെ ആയിരിക്കില്ല അമേരിക്ക ആക്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അറബ് ലോകത്തെ പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു നിലയുണ്ടാകുമെന്ന് ഇറാൻ പരമാധികാരി ഖമേനി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. അവിടെയാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം വരുന്നത്. ചൈനയുടെ ഭാഗത്ത് നിന്ന്, റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ, പ്രധാനപ്പെട്ട റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാന് വലിയ സഹായം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യയും ഇറാനുമായി ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്കെതിരെ ഒരു ചേരി രൂപം കൊള്ളുമ്പോഴാണ് ഇസ്രായേലിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര. മാത്രമല്ല അവിടെ തീവ്രവാദത്തിനെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. അവിടെ ഗസയിൽ ഹമാസ് പലസ്തീനെ മറയാക്കി ഹമാസിൻ്റെ തേർവാഴ്ചയാണ് നടക്കുന്നതെന്ന ഒരു വിഭാഗം ലോകരാഷ്ട്രങ്ങളുടെ വാദം, അത് ശരിവെച്ചുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഈ പ്രതിരോധ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായി മാറുന്നത്. നന്ദി. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ചർച്ച തുടരുന്നു. മോദിയുടെ സന്ദർശനം ഇപ്പോഴും തുടരുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.